എൻ്റെ പ്രിയപ്പെട്ട PPTM കോളേജ് ചേറൂരിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനികളെ നമ്മൾ ഓൺലൈൻ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി സമയത്ത് ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ ക്ലാസ്സുകൾ തുടരുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അത് ഈ ഒരു പ്രതിസന്ധി തീരുന്നത് വരെ തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓരോ ക്ലാസ്സുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതിന് പരിപൂർണമായിട്ടും നിങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാവണം. എന്തായാലും കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒന്നാം വർഷത്തെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ചില ഭാഗങ്ങൾ തീർത്ത് വെക്കാനുള്ള ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കലാണ് ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ കോവിഡ് കാരണം നിർത്തിവെക്കേണ്ടി വന്ന ആ ഭാഗങ്ങളെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മൾ ഇതിലൂടെ നൽകുന്ന പാഠങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, നോട്ട് ചെയ്യുക, തരുന്ന വർക്കുകൾ, അസൈൻമെൻറ്റുകൾ കൃത്യമായി ചെയ്യുക. പരിപൂർണമായും നമ്മൾ റെഗുലർ ക്ലാസ്സുകളുടെ അതേ പരിഗണനയിൽ തന്നെയായിരിക്കും നമ്മുടെ ഈ ക്ലാസ് കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റൻഡൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും കൃത്യമായി ഓരോ പാഠങ്ങളും കൃത്യമായി ശ്രദ്ധിച്ച് കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അവരുടെ റീപ്ലൈകൾ അറിയിക്കുക, ചെയ്യുന്ന വർക്കുകൾ അയച്ചു തരിക തുടങ്ങിയത് ചെയ്യണം എന്ന് കൂടി അറിയിക്കുകയാണ്. എന്തായാലും നമ്മൾ നമ്മുടെ ആദ്യ പടിയിൽ നിന്നുള്ളൊക്കെ നമ്മുടെ അപ്രീഷിയേറ്റിംഗ് പോയട്രി BA ഇംഗ്ലീഷ് ഒന്നാം വർഷ വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മളുടെ കോർ പേപ്പറായിട്ടുള്ള അപ്രീഷിയേറ്റിംഗ് പോയട്രിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇനി നമുക്ക് എടുക്കാനുള്ള ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് പൂർണ്ണമായി എടുത്ത് തരും. ശ്രദ്ധിക്കുക. ഓക്കെ ദെൻ നമ്മൾ ചാപ്റ്റർ തുടങ്ങുകയാണ്. ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് ബൈ ഡിലാൻ തോമസ്. അതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം. ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് ഈസ് എ റെസ്പോൺസ് ടു എ ക്രൈസിസ് ദാറ്റ് തോമസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഹിസ് ലൈഫ്. ഈ കവിത ഈസ് എ റെസ്പോൺസ് ടു എ ക്രൈസിസ് ദാറ്റ് തോമസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു ദുരന്തത്തിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹം അനുഭവിച്ച ഒരു പ്രശ്നം, കഷ്ടപ്പാട്. ഡീപ്ലി ഷേക്കൺ ബൈ ദ ന്യൂസ് ദാറ്റ് ഹിസ് ഫാദർ ഹാസ് ക്യാൻസർ. അദ്ദേഹത്തിൻ്റെ പിതാവിന്, അച്ഛന് ക്യാൻസറാണെന്ന് അദ്ദേഹം അറിഞ്ഞ് അതിൽ ആകെ ഞെട്ടലുണ്ടാക്കി അദ്ദേഹം. Thomas wrote his poem and had hoped that he would be able to read his poem out to his father, though the poem was published only after his father's death. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ കവിത തൻ്റെ പിതാവിന്, അച്ഛന് വായിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എഴുതിയതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണം അതിനു മുമ്പേ ഇതിൻ്റെ പോയട്രി പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ സംഭവിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനത് കേൾപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും. ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ ബോട്ടിൽ ഓസ്ക്യോ ഇൻ 1951, ഇറ്റ് ഫൗണ്ട് എ പ്ലേസ് ഇൻ കൺട്രീസ് സ്ലീപ്പ് ആൻഡ് അതർ പോയംസ്. അദ്ദേഹം ഇത് ആദ്യമായി ഒറിജിനലായിട്ട് പബ്ലിഷ് ചെയ്തത് ബോട്ടിൽ ഓസ്ക്യോർ എന്നുള്ള കളക്ഷനിലാണെങ്കിൽ പോലും അത് പിന്നീട് കാണപ്പെട്ടത് കൺട്രീസ് സ്ലീപ്പ് ആൻഡ് അതർ പോയംസ് എന്നുള്ളതിലാണ്. The poem is a good example of an abiding preoccupation in Thomas' poetry, how to tackle life in extremes. അതായത് ഏറ്റവും പ്രയാസമുള്ള സമയത്ത് എങ്ങനെ ജീവിതത്തെ തരണം ചെയ്യണം, അതിനെ നേരിടണം എന്നതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. It is about how to bear the duress that life and consequently death brings to man. ഈ കവിത ജീവിതത്തിൻ്റെയും അതിന് ശേഷം വരുന്ന മരണത്തിൻ്റെയും ആ മരണവും നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഭീഷണിയെ എങ്ങനെ സഹിക്കണം, അതിനെങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചാണ് കവിത. ദ പോയം കൺസേൺസ് ഇറ്റ് സെൽഫ് വിത്ത് ദ ലോസ് ദാറ്റ് ഡെത്ത് എൻറ്റൈൽസ്. ഈ കവിതയുടെ വിഷയം എന്ന് പറഞ്ഞത് ലോസ് ദാറ്റ് ഡെത്ത് എൻറ്റൈൽസ്. നമുക്ക് മരണം നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന നഷ്ടത്തെയാണത് സൂചിപ്പിക്കുന്നത്. ബട്ട് ഇറ്റ് ഓൾസോ ഓഫേഴ്സ് എ വേ ഓഫ് ഫേസിങ് ഇറ്റ്, അമേസിങ് all the strength that is possible when one is forced to face it.
ഒരാൾ മരണത്തെ നേരിടേണ്ടി വരുന്ന സമയത്ത് അവൻ്റെ ശക്തി എങ്ങനെ അവനെ ആർജിച്ചെടുക്കാം, എങ്ങനെ അവനതിനെ നേരിടണം എന്നതിലേക്കുള്ള ഒരു രീതി എന്നതിലേക്കുള്ള ഓഫർ ഓഫ് വേ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ കവിത നമുക്ക് നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മരണത്തെ എങ്ങനെ നേരിടണം എന്ന ഒരു നിർദ്ദേശം കൂടി പോയിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നർത്ഥം. The poem stands out in its directness of the treatment of mortality and its powerful balance of thought and emotion, which prevents the poem from being sentimental even when it is about imminent death. ഈ കവിത മരണത്തെക്കുറിച്ചാണ്. കമ്മിങ് ഡെത്ത്, ഇമിനൻ്റ് ഡെത്ത് മീൻസ് കമ്മിങ് ഡെത്ത്, മരണത്തെക്കുറിച്ചാണെങ്കിൽ പോലും ഈ കവിത സ്റ്റാൻഡ് ഔട്ട് ഇറ്റ്സ് ഡയറക്ട്നെസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ മോർട്ടാലിറ്റിയെ അത് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നശ്വരത, മനുഷ്യർക്ക് നശിച്ചു പോകും എന്നുള്ള ആ ഒരു സത്യത്തെ അത് സമീപിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് പവർഫുൾ ബാലൻസ് ഓഫ് തോട്ട് ആൻഡ് ഇമോഷൻ, അതിൻ്റെ ഒരു ബാലൻസ് ഈ കവിത കൊണ്ടുവരുന്ന ഒരു ബാലൻസ് ഓഫ് തോട്ട് ആൻഡ് ഇമോഷൻ, ചിന്തയുടെയും വികാരങ്ങളുടെയും, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ, which prevents the poem from being sentimental even when it is about imminent death. അതായത് വരാൻ പോകുന്ന മരണത്തെക്കുറിച്ചാണെങ്കിൽ പോലും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചിന്തകളെ, അത്തരം ചിന്തകളെക്കുറിച്ച് നമ്മളെ തടയുന്നുണ്ട് എന്നർത്ഥം. മരണത്തെക്കുറിച്ചുള്ള ചിന്തകളെക്കുറിച്ച് അത് തടയുന്നു. Do not go gentle is a good example of how in the world of Thomas poetry, life and death are seen as present simultaneously in every moment of one's life. ഈ ഒരു കവിതയിൽ ഡു നോട്ട് ഗോ ജെൻറിൽ ഈസ് എ ഗുഡ് എക്സാമ്പിൾ, അതൊരു ഏറ്റവും നല്ല ഉദാഹരണമാണ് ഓഫ് ഹൗ ഇൻ ദ വേൾഡ് ഓഫ് തോമസ്, അദ്ദേഹത്തിൻ്റെ കവിതയിൽ ലൈഫ് ആൻഡ് ഡെത്ത് ആർ സീൻ, മരണവും ജീവിതവും കാണപ്പെടുന്നത് ആസ് പ്രസൻറ്റ് സിമിൾട്ടേനിയസ്ലി ഇൻ എവറി മൊമെൻറ്റ് ഓഫ് വൺസ് ലൈഫ്. അത് ഒരേ സമയം എന്ത് ചെയ്യുന്നു, ഓരോരുത്തരുടെ ജീവിതത്തിലും അത് എന്ത് ചെയ്യുന്നു, പ്രസൻ്റാണ് എന്നതിന് കൃത്യമായി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ. Night has always been associated with the death since ancient days. അതായത് മരണം എന്നുള്ളതിനോട് രാത്രിയെ പുരാതന കാലം മുതൽക്കേ ഉപമിക്കുന്നതാണ്. നൈറ്റ് ഹാസ് ഓൾവേസ് ബീൻ അസോസിയേറ്റഡ്, അതായത് രാത്രിയെ പിന്നെ എല്ലായ്പ്പോഴും അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് വിത്ത് ഡെത്ത് സിൻസ് ആൻഷ്യൻ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ മരണത്തോട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ രാത്രിയെ മരണത്തോട് ഉപമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് അത് മുമ്പ് കാലം മുതലേ ഉണ്ട്. ഇൻ ദാറ്റ് സെൻസ് ദാറ്റ് ഈസ് നത്തിങ് അൺയൂഷ്വൽ അബൌട്ട് ദ പോയം. ആ ഒരു രീതിയിൽ ഈ ഒരു കവിതയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അൺയൂഷ്വൽ, അസാധാരണമായിട്ടെന്ന് പറഞ്ഞാൽ സാധാരണമാണ്. ബട്ട് തോമസ് പോയം ബിക്കംസ് യുണീക്ക് ഇൻ ദ വേ ഇറ്റ് ഈസ് ഇൻഫോംഡ് ബൈ എ വോയിസ് ദാറ്റ് ഡസ് നോട്ട് അഡ്വക്കേറ്റ് ആൻ ഈസി സബ്മിഷൻ ടു ഇറ്റ്. പക്ഷേ ഡെലാൻ തോമസിൻ്റെ കവിത യുണീക്ക് ഇൻ ദ വേ ഇറ്റ് ഈസ് ഇൻഫോംഡ് ബൈ എ വോയിസ്. അതായത് എൻ്റെ കവിത അത് വ്യത്യസ്തമാകുന്നത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻഫോംഡ് ബൈ എ വോയിസ് ദാറ്റ് ഡസ് നോട്ട് അഡ്വക്കേറ്റ് ആൻ ഈസി സബ്മിഷൻ ടു ഇറ്റ്. ഒരിക്കലും മരണത്തോട് ഒരിക്കലും വളരെ പെട്ടെന്ന് താതാത്മ്യപ്പെടരുത്, പൊരുത്തപ്പെടരുത്, അതിനോട് നമ്മൾ കീഴടങ്ങരുത് എന്നുള്ളതാണ്. സബ്മിഷൻ മീൻസ് കീഴടങ്ങുക, അതിനോട് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് കീഴടങ്ങരുത് എന്നുള്ളതാണ്. ദ പോയം ഇംപ്ലിസിറ്റ്ലി സെലിബ്രേറ്റ്സ് ലൈഫ് ബൈ സജസ്റ്റിംഗ് എ പോസിബിൾ ആറ്റിറ്റ്യൂഡ് ദാറ്റ് തോട്ട്സ് ഓഫ് മോർട്ടാലിറ്റി ഇവോക്ക് ഇൻ വൺ സെൽഫ്. ഈ കവിതം അതിൻ്റെ ഒരു ബാഹ്യമല്ലാത്തൊരർത്ഥം സെലിബ്രേറ്റ്സ് ലൈഫ് ബൈ സജസ്റ്റിംഗ് എ പോസിബിൾ ആറ്റിറ്റ്യൂഡ്, ഒരു ഏറ്റവും നല്ല പോസിബിൾ ആയിട്ടുള്ള ഒരു സാധ്യമായ മനോഭാവത്തെ അതെന്ത് ചെയ്യുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്. ദാറ്റ് തോട്ട്സ് ഓഫ് മോർട്ടാലിറ്റി ഇവോക്ക് ഇൻ വൺ സെൽഫ്, മരണത്തിൻ്റെ ആ ഒരു ചിന്ത ഒരാളിൽ ഉണ്ടാക്കുന്ന പ്രകോപനം. തോട്ട്സ് ഓഫ് മോർട്ടാലിറ്റി ഇവോക്ക് ഇൻ വൺ സെൽഫ് മീൻസ് മരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത അതൊരാളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഈ കവിത ടൈപ്പ് ഓഫ് പോയട്രി എന്നുള്ളതിൽ വില്ലനൈൽ പോയട്രി എന്നുള്ള തരത്തിൽപ്പെട്ടൊരു കവിതയാണിത്. വില്ലനൈൽ പോയട്രി മീൻസ് എ ടൈപ്പ് ഓഫ് പോയം കൺസിസ്റ്റിംഗ് ഓഫ് 5 tercets and 1 quatrain with only 2 rhymes. നോട്ട് ചെയ്യുക, എ ടൈപ്പ് ഓഫ് പോയം കൺസിസ്റ്റിംഗ് ഓഫ് 5 tercets. വില്ലനൈൽ പോയട്രി എന്ന് പറഞ്ഞാൽ 5 ടേഴ്സറ്റ്സുകൾ ഉണ്ടാവും. ആൻഡ് 1 quatrain, ഒരു quatrain വിത്ത് ഓൺലി 2 rhymes, 2 റൈമുകൾ മാത്രം. ടേഴ്സറ്റ്സ് മീൻസ് 5 ടേഴ്സറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ടേഴ്സറ്റ്സ് മീൻസ് 3 ലൈൻസ്. നമ്മൾ ക്വാട്രൈന് പഠിച്ചിട്ടുണ്ട് 4 ലൈൻസാണ് ക്വാട്രൈൻ എന്നുള്ളത്. എന്നാൽ ടേഴ്സറ്റ്സ് മീൻസ് 3 ലൈൻസ്, 3 വരികൾ മാത്രമുള്ള ഒരു സ്റ്റാൻസകളായിരിക്കും ഉണ്ടാവുക. കൺസിസ്റ്റിംഗ് ഓഫ് 5 ടേഴ്സറ്റ്സ് ആൻഡ് 1 quatrain വിത്ത് ഓൺലി 2 rhymes, ആകെ 2 റൈമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ.
അത്തരം കവിതകൾക്ക് പറയുന്നത് പേരാണത് വില്ലനൈൽ പോയട്രി എന്നുള്ളത്. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ ടു ദ പോയട്രി. ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ആ ഒരു ഹെഡിങ്ങിൽ തന്നെ ഇറ്റ്സ് എ ടൈറ്റിൽ ഓൾസോ a clear message about this poetry. It gives a clear message about this poetry. Do not go gentle into that good night. Here the good night is indicates that death എന്ന് പറഞ്ഞാൽ ഗുഡ് നൈറ്റ് സൂചിപ്പിക്കുന്നത് മരണത്തെയാണ് ഇവിടെ. അപ്പോൾ ഡു നോട്ട് ഗോ ജെന്റിൽ ഒരിക്കലും വളരെ സൗമ്യമായിട്ട് വളരെ അവധാനത്തോടുകൂടെ ഒരു ഗൗരവമില്ലാതെ നിങ്ങൾ പോവേണ്ട എന്നർത്ഥം. ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മീൻസ് ഡെത്ത്, മരണത്തിലേക്ക് എന്നുള്ളതാണ് ഹെഡിങ്ങോട് സൂചിപ്പിക്കുന്നത്. സെയിം ലൈനാണ് ഒന്നാമത്തെ വരിയും. ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ഓൾഡ് ഏജ് ഷുഡ് ബേൺ ആൻഡ് റേവ് അറ്റ് ക്ലോസ് ഓഫ് ഡേ. ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. ആ ഒന്നാമത്തെ ദ പോയം ഓപ്പൺസ് വിത്ത് ദ പോയറ്റ്സ് അപ്പീൽ. അദ്ദേഹം കവിത നമ്മൾ തുടങ്ങുന്നത് കവി പറയാണ്, അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യാണ് ടു ഹിസ് ഫാദർ. ഇവിടെ ഓൾഡ് ഏജ് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദറിനെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറിനോടുള്ളൊരു അപ്പീലാണ്, നോട്ട് ടു ടേക്ക് ഡെത്ത് ഇൻ എ ജെന്റിൽ മാനർ. ഒരിക്കലും എന്ത് ചെയ്യരുത്, മരണത്തെ ഒരു വളരെ സിമ്പിളായ ജെന്റിലായ രീതിയിൽ അതിനെ സമീപിക്കരുത് എന്നുള്ളത്. റാദർ ഹി സജസ്റ്റ് ദാറ്റ് ഈവൻ അറ്റ് ഹീസ് ഓൾഡ് ഏജ്, അദ്ദേഹം പറയുന്നത് ഓൾഡ് ഏജ് ഷുഡ് ബേൺ ആൻഡ് റേവ് അറ്റ് ക്ലോസ് ഓഫ് ഡേ എന്നാണ്. ഓൾഡ് ഏജ് ഷുഡ് ബേൺ ആൻഡ് റേവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേൺ ആൻഡ് റേവ് മീൻസ് പീപ്പിൾ ഷുഡ് സ്ട്രോങ്ലി റിയാക്ട് ആൻഡ് ഫൈറ്റ്. ജനങ്ങൾ എന്ത് ചെയ്യണം? ഷുഡ് ബേൺ മീൻസ് അവർ പ്രതികരിക്കണം എന്നർത്ഥം, അവർ പോരാടണം അഗെയിൻസ്റ്റ് ഡെത്ത് ആസ് ഇഫ് ദേ വേർ സ്റ്റിൽ യങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചെറുപ്പക്കാരാണെന്ന പോലെ എന്ത് ചെയ്യണം, അവർ ആ ഒരു മരണത്തോട് ഫൈറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം തൻ്റെ ഫാദറിനോടുള്ള ഒരു റിക്വസ്റ്റാണ്, ഒരു അപ്പീൽ. ഹിസ് അപ്പീൽ ഈസ് ഈവൻ സ്ട്രോങ് വിത്ത് ദ യൂസ് ഓഫ് ദ വേർഡ് റേജ് ടോയ്സ് എന്നാണ്. ആ വാക്കിൽ തന്നെ ആ ഒരു സെൻറ്റൻസ് നോക്കുക, മൂന്നാമത്തെ വരി. റേജ് അഗെയിൻസ്റ്റ് ദ ഡൈങ് ഓഫ് ദ ലൈറ്റ് എന്ന് പറഞ്ഞത്. ഓൾഡ് ഏജ് ഷുഡ് ബേൺ ആൻഡ് റേവ് അറ്റ് ക്ലോസ് ഓഫ് ഡേ. ഓൾഡ് ഏജ് എന്ത് ചെയ്യണം? ഷുഡ് ബേൺ, അവർ കത്തണം, അവർ കത്തിക്കാളണം. ആൻഡ് റേവ് അറ്റ് ക്ലോസ് ഓഫ് ഡേ. ക്ലോസ് ഓഫ് ഡേ മീൻസ് ദിവസത്തിൻ്റെ അന്ത്യം, സായാഹ്ന സമയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിയർ ഇൻഡിക്കേറ്റ്സ് ദ ലാസ്റ്റ് ടൈം ഓഫ് ലൈഫ് എന്നർത്ഥം. റേജ് അഗെയിൻസ്റ്റ് ദ ഡൈങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, റേജ് മീൻസ് നമ്മൾ ദേഷ്യപ്പെടുക, അമർഷപ്പെടുക. അഗെയിൻസ്റ്റ് ദ ഡൈങ് ഓഫ് ദ ലൈറ്റ്, ആ നശിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പ്രകാശത്തെ അതിനെതിരെ എന്ന് പറഞ്ഞാൽ മരണം എന്നുള്ളതിനെതിരെ ശക്തമായി പ്രതികരിക്കണം എന്നാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ ഓൾഡ് ഏജിനോടാണ് പറയുന്നത്, പക്ഷേ അത് തൻ്റെ പിതാവിനോടുള്ളൊരു റിക്വസ്റ്റാണ്. ഒന്നാമത്തെ സ്റ്റാൻസയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു തൻ്റെ ഫാദറിനോടുള്ള റിക്വസ്റ്റാണ് എന്ന് പറഞ്ഞു. അതേപോലെ അതിൽ ചില പ്രയോഗങ്ങൾ, ഹിയർ ദാറ്റ് ഗുഡ് നൈറ്റ്, ക്ലോസ് ഓഫ് ഡേ ആൻഡ് ഡൈങ് ഓഫ് ദ ലൈറ്റ്, ഈ മൂന്ന് വാക്കുകൾ ശ്രദ്ധിക്കുക. ആ മൂന്ന് വരികളുടെയും അവസാനത്തിലുള്ള ഗുഡ് നൈറ്റ്, ക്ലോസ് ഓഫ് ഡേ, ഡൈങ് ഓഫ് ദ ലൈറ്റ് എന്നുള്ളത്, ഈ മൂന്നും ഓൾ മീൻ ഡെത്ത്. ഈ മൂന്ന് കൊണ്ട് സൂചിപ്പിക്കുന്നത് മരണം. ഗുഡ് നൈറ്റ് എന്നുള്ളത് സൂചിപ്പിച്ചത് മരണമാണെന്ന് പറഞ്ഞു. ക്ലോസ് ഓഫ് ഡേ, പകലിൻ്റെ അന്ത്യം, സായാഹ്നം എന്ന് പറയുന്നത് ഇവിടെ ലൈഫ്, ദ ക്ലോസ് ഓഫ് ദ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. റേജ് ആൻഡ് റേജ് അഗൈൻസ്റ്റ് ദ ഡൈങ് ഓഫ് ദ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡൈങ് ഓഫ് ദ ലൈറ്റ്, പ്രകാശം അണയുന്നു എന്ന് പറയുമ്പോൾ അതും സൂചിപ്പിക്കുന്നത് എന്തിനെ തന്നെയാണ്? നമ്മുടെ ഈ ജീവിതത്തിൻ്റെ, സുന്ദരമായ ജീവിതത്തിൻ്റെ അവസാനം, അതിൻ്റെ അന്ത്യം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് പ്രയോഗങ്ങളും, ഈ ലാസ്റ്റ് ഫ്രേസുകളും സൂചിപ്പിക്കുന്നത് മരണത്തെയാണ്. നൈറ്റ് ഈസ് എ മെറ്റഫർ ഫോർ ദ ഡെത്ത് വൈൽ ഡേ ആൻഡ് ലൈറ്റ് ആർ മെറ്റഫേഴ്സ് ഫോർ ലൈഫ്. ഇവിടെ ഈ സ്റ്റാൻസ് ശ്രദ്ധിക്കേണ്ടത്, നൈറ്റ് എന്ന് പറഞ്ഞത് ഒരു മരണത്തിൻ്റെ മെറ്റഫറായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് എ മെറ്റഫർ, നൈറ്റ് ആസ് എ മെറ്റഫർ ഓഫ് ഡെത്ത്. അതേസമയത്ത് ഡേ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ വരിയിലുള്ള ക്ലോസ് ഓഫ് ഡേ എന്ന് പറഞ്ഞത് ഡേയും ആൻഡ് ലൈറ്റ്, മൂന്നാമത്തെ വരിയിലെ ലൈറ്റ് എന്ന് പറഞ്ഞത് മെറ്റഫേഴ്സ് ഓഫ് ഫോർ ലൈഫ്. അത് രണ്ടും ജീവിതം എന്നുള്ളതിനേക്കുള്ള മെറ്റഫേഴ്സാണ് എന്നുള്ളത് ഒന്നുകൂടി നോട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഒരു കവിതയുടെ തീം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലിയർ ഐഡിയ ദ പോയറ്റ് ഗിവ്സ് us. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസ. Though wise men at their end know dark is right, because their words had froked no lightning they do not go gentle into that good night.
രണ്ടാമത്തെ സ്റ്റാൻസയാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം തൻ്റെ ഫാദറിനോടുള്ള ഒരു അപ്പീൽ റിക്വസ്റ്റാണ്. ഒരിക്കലും മരണത്തോട് എന്ത് ചെയ്യരുത്, കീഴടങ്ങരുത്, അതിനെ ഒരുങ്ങിക്കൊടുക്കരുത്. നോട്ട് ടു ബി ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഡെത്ത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ആ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ ശേഷം വരുന്ന സ്റ്റാൻസകളാണ് നോക്കുക. അതിൽ രണ്ടാമത്തെ സ്റ്റാൻസയിൽ വൈസ് മാൻ മീൻസ് ദ സ്കോളേഴ്സ് അല്ലെങ്കിൽ ഫിലോസഫേഴ്സ്, സ്കോളേഴ്സ്, അങ്ങനെയുള്ള നല്ല ബുദ്ധിശാലികളായ മനുഷ്യന്മാർ. അറ്റ് ദെയർ എൻഡ് നോ മീൻസ് അറ്റ് ദെയർ ലാസ്റ്റ് ടൈം, എൻഡ് ഓഫ് ദെയർ ലൈഫ് ദേ നോ ഡാർക്ക് ഈസ് റൈറ്റ്. ഡാർക്ക് മീൻസ് ഹിയർ ഡെത്ത്. ഡാർക്ക് എന്ന് പറഞ്ഞത് മരണം തന്നെ. ദാറ്റ് ഡാർക്ക് ഈസ് റൈറ്റ്. ഇറ്റ് മീൻസ് ഡെത്ത് ഈസ് ഇനെവിറ്റബിൾ. മരണം എന്ന് പറഞ്ഞത് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് അവർ എന്ത് ചെയ്യുന്നു, തിരിച്ചറിയുന്നു, അവർ മനസ്സിലാക്കുന്നു. ബിക്കോസ് ദെയർ വേർഡ്സ് ഹാഡ് ഫോക്കഡ് നോ ലൈറ്റ്നിങ് ദേ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദെയർ വേർഡ്സ് ഹാഡ് ഫോക്കഡ് നോ ലൈറ്റ്നിങ് ദേ. പക്ഷേ അവരുടെ വിസ്ഡം, വേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ദെയർ വിസ്ഡം, അവരുടെ വിവേകം, അവരുടെ വാക്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്കോളേഴ്സ് അല്ലെങ്കിൽ ഫിലോസഫേഴ്സ്, പണ്ഡിതന്മാരായിട്ടുള്ളവരെ സംബന്ധിച്ച് അവരുടെ വാക്കുകൾ മീൻസ് ഇറ്റ്സ് വിസ്ഡം, അവരുടെ വിവേകം. ഹാസ് നെയ്തർ മേഡ് ഡെത്ത് ആനി ഈസിയർ നോർ പ്രിപ്പയർഡ് ദം ടു ആക്സെപ്റ്റ് ദ റിയാലിറ്റി ഓഫ് ഡെത്ത് ഈസിലി. എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും നെയ്തർ മേഡ് ഡെത്ത് ഈസി ആയിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, മരണത്തെ സമീപിക്കുന്നില്ല. അവർ നെയ്തർ മേഡ് ഡെത്ത് ആനി ഈസിയർ നോർ പ്രിപ്പയർഡ് ദം, അവരൊരിക്കലും ഇതിനു വേണ്ടി തയ്യാറായിട്ടില്ല. ടു ആക്സെപ്റ്റ് ദ റിയാലിറ്റി ഓഫ് ഡെത്ത് ഈസിലി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അവരുടെ ആ മരണത്തെ വളരെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. സോ ദേ ഡു നോട്ട് അപ്രോച്ച് ഡെത്ത് ഇൻ എ ജെൻറ്റിൽ വേ. അതുകൊണ്ട് അവരോട് പറയുന്നത് അവരൊരിക്കലും ദേ ഡു നോട്ട് അപ്രോച്ച് ഡെത്ത് ഇൻ എ ജെൻറ്റിൽ വേ. അവരൊരിക്കലും ഈ മരണത്തെ നല്ല രീതിയിലല്ല എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങോട്ട് വന്നോട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും അവരതിനെ സമീപിക്കുന്നില്ല. റിയലി ദേ ആൾസോ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡെത്ത് എന്നർത്ഥം. അവരും എന്ത് ചെയ്യുന്നുണ്ട്, മരണത്തിനെതിരെ പോരാടുക തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞത് റെഫ്രൈനാണ് എന്നുള്ളത് നോട്ട് ചെയ്യാം. ഈ ഒരു പോയട്രിയിൽ 2 റെഫ്രൈൻസ് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതിലൊന്നാണ് ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്നുള്ള ആ ടൈറ്റിലടക്കം എന്നുകൊണ്ടുള്ള റെഫ്രൈൻ. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പ്രത്യേകിച്ച് പറഞ്ഞത് ഈ ഫാദറിനോട് നിങ്ങളൊരിക്കലും മരണത്തിന് കീഴടങ്ങരുത്, മരണത്തിന് പെട്ടെന്ന് ഒതുങ്ങിക്കൊടുക്കരുത് എന്നുള്ള പറഞ്ഞ കാര്യത്തെ സാധൂകരിക്കാൻ, അതിനൊന്നുകൂടി സ്ട്രെസ് ചെയ്യാൻ വേണ്ടി അത് എന്ത് ചെയ്യാണ്, വൈസ് മെൻ ഒരിക്കലും അവർക്കറിയാം മരണം എന്നുള്ളത് എന്താണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ്. എൻഡ് നോ ഡാർക്ക് ഈസ് റൈറ്റ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരും വളരെ പെട്ടെന്ന് തന്നെ മരണത്തിനോട് കീഴടങ്ങി കൊടുക്കുന്നില്ല. ഈ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഒരു എക്സ്പ്രഷൻ വേർഡ്സ് ഹാഡ് ഫോക്കഡ് നോ ലൈറ്റ്നിങ് എന്നുള്ളത് ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ്, ഓപ്പൺ ഇൻ്റർപ്രിട്ടേഷൻസ് അതിലേക്ക് ഉണ്ടായിട്ടുണ്ട്, വ്യാഖ്യാനങ്ങൾ. ബിസൈഡ്സ് ഈ ഒരു വിശദീകരണങ്ങൾക്ക് പുറമെ ഇറ്റ് മേ ആൾസോ ബീൻ ദാറ്റ് ദ വൈസ് മെൻ കുഡ് നോട്ട് സീ ദെയർ വേർഡ്സ്, സ്പീച്ചസ്, ലിറ്റററി ഓർ ക്രിയേറ്റീവ് വർക്ക്സ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു എക്സ്പ്രഷൻ കൊണ്ട്, വേർഡ്സ് ഹാഡ് ഫോക്കഡ് നോട്ട് ലൈറ്റ്നിങ് എന്നുള്ള എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവേകശാലികളായിട്ടുള്ള ആളുകൾ ഒരിക്കലും ചെയ്യുന്നില്ല, അവർ കാണുന്നില്ല അവരുടെ വാക്കുകൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അവരുടെ വാക്കുകളാണ്, അവരുടെ പ്രസംഗങ്ങൾ, അവരുടെ കൃതികൾ, ക്രിയാത്മകമായ വർക്കുകളെല്ലാം. അതെല്ലാം മേക്ക് ആൻ ഇമ്പാക്റ്റ് ഇൻ ചേഞ്ച് ഇൻ ദ വേൾഡ് ഇൻ സച്ച് എ ഷോർട്ട് ടൈം. അതായത് അത് കുറഞ്ഞ സമയം കൊണ്ട് ലോകത്ത് പല മാറ്റങ്ങൾ വരുത്തുന്നത് ഈ വിവേകികളായിട്ടുള്ള അവർ കാണുന്നില്ല. അവരെന്ത് ചെയ്യുന്നു, മരണം അവരെ കൊണ്ടുപോകുന്നത്. സോ ദേ വാണ്ട് ടു ലിവ് ലോങ്ങർ ടു സീ ദെയർ വേർഡ്സ് കം ട്രൂ. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന എന്തിനെ, അവർ ഈ മരണത്തോട് പോരാടുന്നത് എന്തിനാണ്, അവർ ആഗ്രഹിക്കുകയാണ് അവരുടെ വാക്കുകൾ കൊണ്ട് ഈ ലോകത്ത് വരുന്ന മാറ്റങ്ങളെ ഒന്ന് അനുഭവിക്കാൻ, കാണാൻ, ഒന്ന് ആസ്വദിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർ ഈ മരണത്തോട് ഫൈറ്റ് ചെയ്യണം. ദേ ആൾസോ വാണ്ട് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദിസ് ഡെത്ത് എന്നുള്ളതുകൊണ്ട് പറയുന്നത്. തേർഡ് സ്റ്റാൻസ. Good men, the last wave by, crying how bright their frail deeds might have danced in a green bay. Rage, rage against the dying of the light. തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത്, നമ്മൾ രണ്ടാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിനോട് പെട്ടെന്ന് കീഴടങ്ങരുത് എന്നുള്ളത് അദ്ദേഹം സമർത്ഥിച്ചത് വൈസ് മെനെ കൊണ്ടുവന്നുകൊണ്ടാണ്. അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഗുഡ് മെൻ, രണ്ടാമത് കൊണ്ടുപോയ ഗുഡ് മെൻ,
എന്ന് പറഞ്ഞാൽ ദ ഗുഡ് മെൻ ആർ ദോസ് ഹു ഹാവ് ഡൺ മെനി തിങ്സ് ഫോർ ദ ഹ്യൂമൻ കൈൻഡ് ആൻഡ് ബിലീവ് ദാറ്റ് ദേ ക്യാൻ ചേഞ്ച് ദ വേൾഡ് ഇൻ ടു എ ബെറ്റർ ലിവിങ് പ്ലേസ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ലോകത്തിന് മനുഷ്യകുലത്തിന് വേണ്ടി ചെയ്ത മനുഷ്യന് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ലോകത്തെ ഏറ്റവും നല്ല ഒരിടമാക്കി മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകൾ, നല്ല മനുഷ്യരായ ആളുകൾ, അവർ ദ ലാസ്റ്റ് വേവ് ബൈ അവരുടെ അവസാന തിരമാലയും ആ തീരത്തേക്ക് അടിച്ചു വീശുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ അവസാനം നിയറിങ് ഡെത്ത്, ദ നിയറിങ് ഡെത്ത്, അവരും മരണത്തോട് സമീപിക്കുന്ന സമയത്ത് ദ ലാസ്റ്റ് വേവ് ബൈ ക്രൈങ് ഹൗ ബ്രൈറ്റ്, അവർ ഉറക്കെ കരയാൻ, ദേ ആർ ഷൗട്ട് ഔട്ട് ദാറ്റ് ദെയർ ഫെയിൽഡ് ഡീഡ്സ് മൈറ്റ് ഹാവ് ബീൻ സക്സസ്ഫുൾ. എന്ന് പറഞ്ഞാൽ അവർ കരയുന്നത് എന്തിനെക്കുറിച്ചാണ്? ദെയർ ഫെയിൽഡ് ഡീഡ്സ് മൈറ്റ് ഹാവ് ഡാൻസ്ഡ് ഇൻ എ ഗ്രീൻ ബേ എന്ന്. അവരുടെ ആ ഫ്രെയിൽ ഡീഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകളെല്ലാം ഹാവ് ഡാൻസ്ഡ്, അത് സക്സസ്ഫുള്ളായി മാറിയേക്കാം. ഡാൻസ് നൃത്തം ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ മൈറ്റ് ഹാവ് ബീൻ സക്സസ്ഫുൾ, അത് ചിലപ്പോൾ വിജയകരമായി മാറിയേക്കാം. ഇൻ എ ഗ്രീൻ ബേ, ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പച്ച നിറത്തിലുള്ള സമുദ്രത്തിൽ നിന്ന്, ഗ്രീൻ ഓഷ്യൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ മരണത്തോടടുക്കുന്ന സമയത്ത് അവർക്കറിയാണ് എന്ത് പറയുന്നത്, അവരുടെ ഗുഡ് ഡീഡ്സ് മൈറ്റ് ഹാവ് ബീൻ സക്സസ്ഫുൾ എന്നുള്ളത്. ഹാഡ് ദേ ഗോട്ട് സം മോർ ടൈം ടു ലിവ് സം മോർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ സമയം കിട്ടുമായിരുന്നെങ്കിൽ. മരണത്തോടു കൂടി ഇതെല്ലാം നശിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അവർക്ക് സമയം കിട്ടും, സമയം കിട്ടിയിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും അതെല്ലാം അവരെ സുന്ദരമാക്കിയേക്കാം എന്നവർ പ്രതീക്ഷിക്കുന്നു. ദേ ആർ ഓൾസോ റേജ് അഗെയിൻസ്റ്റ് ദ ഡെത്ത് ആൻഡ് ദേ ട്രൈ ടു ലിവ് ലോങ്ങർ. അതുകൊണ്ട് തന്നെ അവരും റേജ് മീൻസ് അടങ്ങാത്ത ദേഷ്യത്തിലാണ്, അമർഷത്തിലാണ് എന്തിനോട്? മരണത്തിനോട്. ദേ ആർ ഓൾസോ ട്രൈങ് ടു ലിവ് ലോങ്ങർ, അവരും ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത് നീണ്ട കാലം ജീവിക്കുന്നതിന് വേണ്ടി. ഈ സ്റ്റാൻസയിൽ ശ്രദ്ധിക്കേണ്ടത്, ഡിലൻ തോമസ് കമ്പയർസ് ദ ലാസ്റ്റ് ജനറേഷൻ ഓഫ് ഗുഡ് മെൻ ടു ദ ലാസ്റ്റ് ഓഷ്യൻ. ഇവിടെ ഒരു ഗുഡ് മെൻ എന്ന് പറഞ്ഞതിനെ നല്ല ഒരു സമുദ്രത്തോട്, അതിൻ്റെ തിരമാലയോട് സൂചിപ്പിക്കുന്നു. വിച്ച് ഈസ് അബൌട്ട് ടു ഹിറ്റ് ദ ഷോർ എന്ന് പറഞ്ഞാൽ അവർ ഈ തീരത്തേക്ക് എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അവസാനത്തെ ആ തിരമാല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലാസ്റ്റ് വേവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സിംബോളിക് ഓഫ് ദ യൂത്ത്. ഇവിടെ ഗ്രീൻ ഓഷ്യൻ, പച്ച സമുദ്രം എന്ന് പറഞ്ഞത് ഒരു സിമ്പലാണ് യുവത്വത്തിൻ്റെ, സിംബോളിക് ഓഫ് യൂത്ത്. ദ ഹൈറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തുംഗത്തിൽ, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആ ഒരു സുന്ദരമായിരിക്കുന്ന സമയത്തെയാണ് ഗ്രീൻ ഓഷ്യൻ, ഗ്രീൻ ബേ എന്നുള്ളതുകൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം സോ ദേ വിഷ് ടു ലിവ് സം മോർ ടൈം ടു സീ ദെയർ ഹാർഡ് വർക്ക് പേ ഓഫ് എന്ന് പറഞ്ഞാൽ തങ്ങൾ ചെയ്ത തങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമൊന്ന് കാണാൻ ഈ പറഞ്ഞ ആളുകൾക്കും എന്തുണ്ട്? ആഗ്രഹമുണ്ട്. തങ്ങൾ ചെയ്ത നന്മകളുടെ ഫലം ഈ ലോകത്ത് കാണുന്നതിന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേ ആർ ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ഡെത്ത് എന്നുള്ളതാണ് ഇവിടെ മൂന്നാമത്തെ സ്റ്റാൻസയിൽ പോയിട്ട് പറഞ്ഞ് വെക്കുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് സ്റ്റാൻസ. Wild men who caught and sang the sun in flight and learned too late they grieved it on its way, do not go gentle into that good night. ഈ നാലാമത്തെ സ്റ്റാൻസയിൽ ഇറ്റ് ഈസ് ഓൾസോ അനദർ കൈൻഡ് ഓഫ് മെൻ, മറ്റൊരു കൂട്ടം ആളുകളെക്കുറിച്ച് പറയുകയാണ്. ഒരിക്കലും ദേ ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ഡെത്ത് ടു കം ടു ദം ഈസിലി. അങ്ങനെയുള്ള ഒരു മൂന്നാമത്തെ കൂട്ടം അവരാരാണ്? ദ വൈൽഡ് മെൻ. വൈൽഡ് മെൻ എന്ന് പറഞ്ഞാൽ ദോസ് പീപ്പിൾ ഹാവ് സ്പെൻഡ് ദെയർ ലൈവ്സ് ബൈ വൈൽഡ്ലി എൻജോയിങ് ആൻഡ് സെലിബ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ഏറ്റവും ആസ്വദിച്ച് ഏറ്റവും സെലിബ്രേറ്റ് ചെയ്ത് ജീവിച്ച ആളുകളെയാണ് വൈൽഡ് മെൻ എന്നുള്ളത് കൊണ്ട് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. വൈൽഡ് മെൻ മീൻസ് ഹു caught and sang means who celebrated or enjoyed their lives എന്നതാണ് caught and sang എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The sunlight in flight means sun in flight means the mortal beauty of this life means അതായത് അവരുടെ ഈ നശ്വരമായിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ സൗന്ദര്യം. ജീവിതം എന്ന് പറഞ്ഞത് നഷ്ടപ്പെടുന്ന മോട്ടലാണ്, അതിൻ്റെ മോട്ടൽ ബ്യൂട്ടി ഓഫ് ദിസ് ലൈഫ്. അപ്പോൾ സൂര്യൻ്റെ ആ ഒരു ഫ്ലൈറ്റ് സഞ്ചാരം അതിലെ ഏറ്റവും ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ ജീവിതത്തെ ആസ്വദിച്ചവരായിട്ടുള്ള ഈ വൈൽഡ് മാൻ അവരും ആൻഡ് ലേൺ ദേ ഓൾസോ ഫൈനലി ലേൺ അവരും അവസാനം അവർ മനസ്സിലാക്കുന്നു, അവർ തിരിച്ചറിയുന്നു
ടു ലേറ്റ്, അത് പ്രത്യേകിച്ച് പോയിട്ട് എടുത്ത് കൊണ്ടുവരുന്നത് ടു ലേറ്റ്, വളരെ വൈകി എന്ന് പറഞ്ഞാൽ ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം അവർ മനസ്സിലാക്കുകയാണ് ദ ഗ്രീവ്ഡ് ഇറ്റ് ഓൺ ഇറ്റ്സ് വേ എന്ന് പറഞ്ഞാൽ അവർ ദുഃഖിപ്പിച്ചിരിക്കുന്നു, അവർ നിരാശപ്പെടുത്തിയിരിക്കുന്നു എന്തിനാ സൂര്യനെ എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ഓൺ ഇറ്റ്സ് വേ, അതിൻ്റെ വഴിയിൽ എന്ന് പറഞ്ഞാൽ ദെൻ ഫൈനലി ലേൺ ദാറ്റ് ദേ ഹാവ് വേസ്റ്റഡ് ദെയർ പ്രീഷ്യസ് ടൈം, അവരുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഏറ്റവും അമൂല്യമായിട്ടുള്ള അവരുടെ സമയത്തെ അവർ നഷ്ടപ്പെടുത്തി അതിനെ പാഴാക്കി കളഞ്ഞു എന്നുള്ളത് അവർ അവസാനം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതാണ് ഗ്രീവ്ഡ് ഇറ്റ് ഓൺ ഇറ്റ്സ് വേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സമയം ഇറ്റ് ഗെറ്റ്സ് ടു ലേറ്റ് ബൈ ദെൻ, കാരണം അത് വളരെ വൈകിട്ടുണ്ടാവും അവരെ തിരിച്ചറിയുമ്പോഴേക്ക് എന്നർത്ഥം. ദാറ്റ് ഈസ് വൈ ദേ വോണ്ട്, അതുകൊണ്ട് തന്നെ ദേ വോണ്ട് ടു സ്റ്റേ ഹിയർ ഫോർ സം മോർ ടൈം ബൈ പുട്ടിങ് അപ്പ് എ ഫൈറ്റ് അഗൈൻസ്റ്റ് ഇറ്റ്. അവരും ആഗ്രഹിക്കുകയാണ് ഈ മരണത്തിനോട് പോരാടിക്കൊണ്ട് കൂടുതൽ കാലം ഇവിടെ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവരാസ്വദിച്ച് ജീവിതം ആസ്വദിച്ച് മുഴുവനായിട്ട് ആസ്വദിച്ച് കളഞ്ഞവരായിട്ടുള്ളൊരു കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ അവസാനത്തിൽ അവരും തിരിച്ചറിയും, വളരെ വൈകി അവരും തിരിച്ചറിയും ഞങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തുകയാണ് ജീവിതത്തെ ചെയ്തതെന്ന് എന്നുള്ള. അവരും അതിനുവേണ്ടി പോരാടുകയാണ്, ആ ജീവിതം ഒന്ന് തിരിച്ച് മരണത്തിനെ തന്നെ പെട്ടെന്ന് കൂടാതിരിക്കുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരും അതിനെതിരെ പോരാടുകയാണ്. ഇവിടെ സൺ ഇൻ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവിങ് സൺ ഇൻ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, പറന്നുകൊണ്ടിരിക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, മൂവിങ് സൺ ദാറ്റ് കണ്ടിന്യൂസ്ലി ഗോസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് എന്നുള്ളതെന്ന് പറയാം നമുക്ക്. അതായത് നേരെ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നമ്മളറിയാം. ദ വൈൽഡ് മെൻ റിമൈൻസ് ബിസി ഇൻ സെലിബ്രേറ്റിംഗ് ദ സൺറൈസ്, മനുഷ്യന് ബിസിയാണ്, തിരക്കിലാണ് ഈ സൺറൈസിനെ ആസ്വദിച്ചുകൊണ്ട്. ബട്ട് ഫെയിൽ ടു നോട്ടീസ് ദാറ്റ് ദേ ആർ ഗ്രാജുവലി നിയറിംഗ് ദ സൺസെറ്റ്. പക്ഷേ ഈ സൂര്യനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന, സൂര്യപ്രകാശത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ അറിയുന്നില്ല ദേ ആർ ഗ്രാജുവലി നിയറിംഗ് ദ സൺസെറ്റ്, അവർ അസ്തമയ സമയത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് മീൻസ് എൻഡ് ഓഫ് ദെയർ ലൈഫ്, അവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്കാണ് അവർ ദേ ആർ ഗോയിങ് എന്നുള്ളത് ഒരിക്കലും അവരെന്ത് ചെയ്യുന്നില്ല, ദേ കനോട്ട് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ആസ് ഇഫ് ദ വൈൽഡ് മെൻ ഗ്രീവ്ഡ് ദ സൺ ബൈ വേസ്റ്റിംഗ് ദെയർ ടൈം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അവരെ വേസ്റ്റാക്കി കളഞ്ഞു എന്ന് അവർ ചിന്തിക്കുകയാണ് എന്നർത്ഥം. ഓക്കെ, 5th stanza. Brave men near death who see with blinding sight, blind eyes could blaze like meteors and decay, rage against the dying of the light. 5th സ്റ്റാൻസ തൊട്ടുമുമ്പുള്ള സ്റ്റാൻസകളിൽ പറഞ്ഞ പോലെ തന്നെ 1ാമത്തെ സ്റ്റാൻസയിൽ വൈസ്മെൻ അദ്ദേഹം കൊണ്ടുവന്നു, സെക്കൻഡ് സ്റ്റാൻസയിൽ വൈസ്മെനെ കൊണ്ടുവന്നു, 3rd സ്റ്റാൻസയിൽ ഗുഡ് മെൻ അവർ കൊണ്ടുവന്നു, 4th സ്റ്റാൻസിൽ വൈൽഡ് മെന്നെ കൊണ്ടുവന്നു. അങ്ങനെ അവസാനം 5ാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നു ഗ്രേവ് മെൻ. ഇവരൊക്കെ മരണത്തെ എതിർക്കുന്നു എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഗ്രേവ് മെൻ നിയർ ഡെത്ത് ഹു സീ വിത്ത് ബ്ലൈൻഡിങ് ഐസ്, ഹീ ഈസ് ആൾസോ അപ്രോച്ചിങ് ഡെത്ത്. അവനും മരണത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹു സീ വിത്ത് ബ്ലൈൻഡിങ് സൈറ്റ് മീൻസ് അവനും തിരിച്ചറിയാണ്. ബ്ലൈൻഡിങ് സൈറ്റ് മീൻസ് അവരുടെ കണ്ണ് കാഴ്ച നഷ്ടപ്പെടുന്നതിന് എന്ന് പറഞ്ഞാൽ മരണത്തിനോട് അടുക്കുന്നതിന് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ബ്ലൈൻഡ് ഐസ് കുഡ് ബ്ലേസ്, അവൻ്റെ ആ അന്ധമായ കണ്ണുകൾ കുഡ് ബ്ലേസ്, അത് വെട്ടിത്തിളങ്ങിയേക്കാം. ഏതുപോലെ ലൈക്ക് മീറ്റിയേഴ്സ് ആൻഡ് ബിക്കെ, അത് മീറ്റിയേഴ്സ് മീൻസ് കൊള്ളി നക്ഷത്രങ്ങളെ പോലെ അത് വെട്ടിത്തിളങ്ങിയേക്കാം. ആൻഡ് ബിക്കെ, അത് ഏറ്റവും ആഹ്ലാദം ഭരിതനായേക്കാം, ഏറ്റവും ഉല്ലാസത്തോടു കൂടി നിന്നേക്കാം. അത് അങ്ങനെയുള്ള അവരും റേജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദ ലൈറ്റ്, അവരും അങ്ങേയറ്റം അമർഷത്തിലാണ്, ദേഷ്യത്തിലാണ്, അങ്ങേയറ്റം ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനെതിരെ? ഡൈയിങ് ഓഫ് ദ ലൈറ്റ്, അവരുടെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നതിനെതിരെ എന്ന് പറഞ്ഞാൽ ദേ ആർ ഗോയിങ് ടു ഡൈ, അതിന് മരണത്തിനെതിരെ എന്നർത്ഥം. അവരും പോരാടിക്കൊണ്ടിരിക്കുന്നു, അവരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസാനത്തെ ഗ്രൂപ്പ്, ഈ ഗ്രേവ് മെൻ എന്നുള്ളത് 5ാമത്തെ ഒരു ഗ്രൂപ്പായിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് 2 അർത്ഥത്തിൽ ഈ ഗ്രേവ് മെൻ എന്നുള്ളത് പറയാം. ഒന്ന്, ഇത് പോസിബിളി മീൻ സീരിയസ് പീപ്പിൾ വിത്ത് ഗ്രേറ്റ് ഇൻസൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സീരിയസ് പീപ്പിൾ വിത്ത് ഗ്രേറ്റ് ഇൻസൈറ്റ്, ഏറ്റവും കുറച്ച് ഉൾക്കാഴ്ചകളുള്ള നല്ല വിവരശാലികളായിട്ടുള്ള ചില സീരിയസ് പീപ്പിൾ, അവരാണ് ഒരർത്ഥം. ആൻഡ് ഇറ്റ് മേ റെഫർ ടു ദ സിക്ക് ഡൈയിങ് പീപ്പിൾ. മറ്റൊരു സൂചന രോഗം ബാധിച്ച് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന അവരെ സംബന്ധിച്ചാണ് കൂടുതൽ ബ്ലൈൻഡ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവർ വരിക. അതുകൊണ്ടാണ് അങ്ങനൊരു മീനിങ് അതിന് കൊടുത്തിട്ടുള്ളത്. അതായത് 2ാമത്തെ ഒരർത്ഥം
സിക്ക് ഡൈങ് പീപ്പിൾ, രോഗബാധിതരായിട്ടുള്ള മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് വൈ ദ നിയർ ഡെത്ത് ആൻഡ് ലോസ് ദെയർ ഐസൈറ്റ്, അവർ മരണത്തിനോട് അടുക്കുമ്പോൾ അവരുടെ കാഴ്ചകൾ നഷ്ടപ്പെടുന്നു. ദ റിമെയിൻ സ്ട്രോങ് ഇൻ ദെയർ മൈൻഡ്, പക്ഷെ അവരെപ്പോഴും അവരുടെ മനസ്സുകളിൽ അവരെന്ത് ചെയ്യണം, സ്ട്രോങ് ആണ്. എന്തിന്? ഈ മരണത്തിനെതിരെ പോരാടണം. ദ റിയലൈസ് ദാറ്റ് ദേ ഹാവ് ദ പാഷൻ വിതിൻ ടു പേഴ്സ്യൂ ഹാപ്പിനെസ്. അവർ മനസ്സിലാക്കുന്നത് അവർക്ക് ഒരു പാഷനുണ്ട്, അവർക്കൊരു ആവേശമുണ്ട്, അവരെ തിളക്കം അവരുടെ കണ്ണുകളിലുണ്ട്. എന്തിനുള്ള? വിതിൻ ടു പേഴ്സ്യൂ ദ ഹാപ്പിനെസ്, സന്തോഷത്തിന് പിറകെ പോകാനുള്ള എന്ന്. അതുകൊണ്ട് ദേ ആൾസോ റേജ് എഗെയിൻസ്റ്റ് ഡെത്ത്, അവരും അതുകൊണ്ട് തന്നെ ഈ മരണത്തിനെതിരെ പോരാടുന്നു. ഇവിടെ ബ്ലൈൻഡ് ഐസ് കുഡ് ബ്ലേസ് ലൈക്ക് മിറ്റിയേഴ്സ് മീൻസ് അത് ഈസ് എ ഫൈൻ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി. അത് ഓർത്ത് വെക്കുക, നോട്ട് ചെയ്യുക. അതൊരു സിമിലിയാണ്. സിമിലിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം. ഹിയർ ദ പോയിറ്റ് ഹിൻസ് അറ്റ് ഹൗ പീപ്പിൾസ് പാഷൻ ആൻഡ് പവർ ഓഫ് വിൽ ക്യാൻ കീപ് ദം സ്ട്രോങ് അറ്റ് ഹാർട്ട് ഈവൻ വെൻ ദേ ബിക്കം ഫിസിക്കലി വീക്ക്. അതായത് ഇതൊരു ഏറ്റവും നല്ലൊരു മോട്ടിവേഷണൽ ലൈൻ കൂടെ ആയിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ശാരീരികമായിട്ട് തളർന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എത്രത്തോളം ജീവിതത്തെ ഏറ്റവും വികാരത്തോടു കൂടെ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് വിൽ, ഒരു മനുഷ്യൻ്റെ വിൽ, അവനെ നേടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു പാഷൻ ഉണ്ടെങ്കിൽ, അതിലൂടെ അവന് ഏതൊരു കാലത്തെയും നേടിയെടുക്കാൻ ക്യാൻ കീപ് ദം സ്ട്രോങ് എന്നർത്ഥം. അവരുടെ ഹൃദയത്തെ സ്ട്രോങ് ആക്കി മാറ്റാൻ സാധിക്കും. ഈവൻ വെൻ ദേ ബിക്കം ഫിസിക്കലി വീക്ക്, അവർ ശാരീരികമായിട്ട് തളർന്നവരാണെങ്കിൽ പോലും എന്നുള്ളൊരാശയം അതിലേക്ക് കൊടുക്കുന്നുണ്ട്. The last stanza, the sixth stanza. And you, my father, there on the sad height, curse, bless me now with your fierce tears, I pray. Do not go gentle into that good night, rage against the dying of the light. ഈ ആറാമത്തെ സ്റ്റാൻസയിൽ, അപ്പോൾ തൊട്ട് മുമ്പുള്ള സ്റ്റാൻസകളിൽ അദ്ദേഹം ഈ പറഞ്ഞ ഫസ്റ്റ് മരണത്തിനോടുള്ള ഫൈറ്റ്, അതിനെ അദ്ദേഹം സമർത്ഥിച്ചു. ഓരോരുത്തരും പോരാടുന്നു. 4 ആളുകളെ കൊണ്ടുവന്നു, 4 ടീമിനെ, വൈസ് മെൻ, ഗുഡ് മെൻ, വൈൽഡ് മെൻ ആൻഡ് ക്രൈ മെൻ. അതിനുശേഷം പറയുന്നു ആൻഡ് യു മൈ ഫാദർ, തൻ്റെ അച്ഛനോട് വീണ്ടും അദ്ദേഹം പറയാണ്, യു മൈ ഫാദർ ദർ ഓൺ ദി സാഡ് ഹൈറ്റ് യു ആർ ഓൾസോ ഗോയിങ് ടു ഡൈ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ക്യാൻസറാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം ഈ കവിത എഴുതിയത് എന്നുള്ളത്. ദർ ഓൺ ദി സാഡ് ഹൈറ്റ് മീൻസ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, സാഡ് ഡൈയിങ് സിറ്റുവേഷനിലാണ്. ഓൺ ദി സൈഡ് ഹെഡ്, ആ ഒരു സമയത്ത് കേഴ്സ് ബ്ലെസ് മീ നൗ വിത്ത് യുവർ ഫിയേഴ്സ് ടിയേഴ്സ്, അദ്ദേഹം തൻ്റെ അച്ഛനോടൊന്ന് കരയാൻ ആവശ്യപ്പെടുകയാണ്. ഈസ് റിക്വസ്റ്റിംഗ് ടു ക്രൈ. എന്തിന്? ഒരു കരച്ചിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വിൽ ബി ബോത്ത് എ കേഴ്സ് ആൻഡ് ബ്ലെസ്സിങ് ഫോർ ദ പോയിറ്റ്. കേഴ്സ് ബ്ലെസ് മീ, അദ്ദേഹം പറയുന്നത് അതൊരു കേഴ്സ്, ഒരു ശാപമായേക്കാം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. കേഴ്സ് ബ്ലെസ് മീ നൗ വിത്ത് യുവർ ഫിയേഴ്സ് ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരച്ചിലുകൾ കൊണ്ട് എന്നെ ഒന്നെങ്കിൽ അതൊരു കേഴ്സായി മാറട്ടെ, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സായി മാറട്ടെ എന്നാണ് പറയുന്നത്. ദാറ്റ് വിൽ ബി ബോത്ത് കേഴ്സ് ആൻഡ് എ ബ്ലെസ്സിങ് ഫോർ ദ പോയിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തോട് കരയാൻ ആവശ്യപ്പെടുകയാണ്. അതാണ് ബെഗ്സ് ഈസ് ഫാദർ, തൻ്റെ ഫാദറിനോട് യാചിക്കുന്നു. ടു ക്രൈ പാഷനേറ്റ്ലി, വളരെ വികാരഭരിതനായിട്ട് കരയാൻ. അതാണ് ഫിയേഴ്സ് ടിയേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് യുവർ ഫിയേഴ്സ് ടിയേഴ്സ്, ഏറ്റവും വികാരഭരിതനായി കരയാൻ ആവശ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ആൻഡ് ലൈറ്റൻ ഈസ് സാഡ്നെസ്, തൻ്റെ ദുഃഖം അതിലൂടെ ഇല്ലാതാക്കാൻ, തൻ്റെ ദുഃഖത്തെ അതിലൂടെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ, അതിനെ മൃദുവാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന. ഐ പ്രേ മീൻസ് ഹി ട്രൈ ടു പ്രേ. Thomas means to say here probably Thomas means to say that seeing his father cry would be heartbreaking. അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുക, അതായത് തൻ്റെ ഫാദർ കരയുന്നത് സ്വാഭാവികമായിട്ടും വുഡ് ബി ഹാർട്ട് ബ്രേക്കിംഗ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ സംബന്ധിച്ചതൊരു ഹൃദയഭേദകമായിരിക്കണം. കേഴ്സ്, അതാണ് കേഴ്സ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇറ്റ് വുഡ് ബി ആൾസോ ബ്രിങ് സം ഗുഡ് ഫീലിങ്സ്. പക്ഷേ അതേ സമയത്ത് ആ കരച്ചിൽ തന്നിലേക്ക് ചില നല്ല ഫീലിങ്ങുകളെയും കൊണ്ടുവരാം. അതാണ് ബ്ലസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കേഴ്സ് ആൻഡ് ബ്ലസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന് കേഴ്സ് സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ കരച്ചിൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. ഹാർട്ട് ബ്രേക്കിംഗ് ആകുമ്പോൾ അത് കേഴ്സ് എന്നുള്ള അർത്ഥത്തിലും, അതേസമയത്ത് അതൊരു ഗുഡ് ഫീലിംഗ് അദ്ദേഹത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതുകൊണ്ട് ബ്ലസ്. ദാറ്റ് ഹിസ് ഫാദർ എന്ന് പറഞ്ഞാൽ നല്ല ഫീലിംഗ് എന്ന് പറഞ്ഞത് ഹിസ് ഫാദർ ഈസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ ഓഡ്സ് ഓഫ് ഡെത്ത് റാദർ ദാൻ സബ്മിറ്റിംഗ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ മരണത്തിനോട്ടങ്ങ് കീഴടങ്ങുന്നതിന് പകരം അതിനോട് ശക്തമായി
പൊരുതാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ ബ്ലസ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം കവിത അവസാനിപ്പിക്കുന്നു, ഡു നോട്ട് ഗോ ജനറൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്, റേജ് അഗൈൻസ്റ്റ് ദ ഡൈങ് ഓഫ് ദ ലൈറ്റ്. ആ ഒന്നാമത്തെ സ്റ്റാൻസയിൽ കൊണ്ടുവന്ന അതേ വരികളെ, ഒരിക്കലും മരണത്തിനോട് കീഴടങ്ങരുത് എന്ന് തൻ്റെ അച്ഛനോട് ആവശ്യപ്പെടുന്നു. ഡു നോട്ട് ഗോ ജനറൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ് മീൻസ് മരണത്തോട് ഒരിക്കലും ജനറലായിട്ട് അതിനോട് സമീപിക്കരുത്. റേജ് അഗെയിൻസ്റ്റ് ദ ഡൈങ് ഓഫ് ദ ലൈറ്റ്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ, അതിനെതിരെ ശക്തമായി പോരാടാൻ, ചലഞ്ച് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ രണ്ട് വരികളാണ് ഈ ഒരു കവിതയിലെ റെഫറൻസ് ആയിട്ട് വരുന്നത്. ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്നുള്ളത് ഒരു റെഫറൈൻ, റേജ് അഗെയിൻസ്റ്റ് ദ ഡൈങ് ഓഫ് ദ ലൈറ്റ് എന്നുള്ളത് സെക്കൻഡ് റെഫറൈൻ. Finally, the two recurring lines end the poem giving the message again not to accept death in a gentle way. മരണത്തെ ഒരു നല്ല രീതിയിൽ സമീപിക്കരുത് എന്നുള്ളതാണ്. rather we have to fight furiously and resist it. നമുക്ക് പകരം എന്ത് ചെയ്യണം, അതിനെതിരെ പോരാടി we should resist it, അതിനെ പ്രതിരോധിക്കണം എന്നാണ് പറയുന്നത്. thus the poem do not go gentle into that good night closes with the same message it started with. എന്ന് പറഞ്ഞാൽ തുടങ്ങിയ അതേ മെസ്സേജ് കൊണ്ട് തന്നെയാണ് കവിത അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏകദേശം ആ ചാപ്റ്റർ അതിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഇട്ടിട്ടുള്ള ടിപ്സ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ നോട്ട് തയ്യാറാക്കുക. അതിലുള്ള പോയറ്റിക് ഡിവൈസുകൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതിൽ വരുന്ന പോയറ്റിക് ഡിവൈസുകൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ബാക്കിയുള്ള വർക്കുകളും മറ്റും ഉടനെ വഴിയെ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.